ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് എന്തിനാ, നാട്ടിലേക്ക് പോയാലോ എന്നൊരു ആലോചനയുണ്ട്. പക്ഷെ ഇവളുടെ അശോകൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. ഇനിയിപ്പോ എന്റെ സീതയുടെ നിങ്ങളുടെ രാമന്റെ കല്യാണം നടക്കാൻ പോവാ. അതിനൊക്കെ ഒന്ന് കൂടിയിട്ട് പോകാലോ. ശരി, നാട്ടിൽ പോയിട്ട് അവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? മോന്റെ അവന്റെ കൂടെ നിന്നൂടെ? ഞാനും കുറെ പറഞ്ഞു നോക്കി ഞങ്ങളുടെ കൂടെ നിൽക്കാന്ന്. നാട്ടിലേക്ക് പോണെന്ന ഒരേ വാശി, സമ്മതിക്കുന്നില്ല. സൂപ്പർ ചാമ്പ്. ഏയ്, ചാമ്പ് എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നേ, നമ്മുടെ ചോട്ടാ ചാമ്പ് അഞ്ജലി അവളെവിടെ പോയി? മാച്ച് റെഫറി അവളല്ലേ? അവളെ അല്ലെങ്കിൽ എപ്പോഴാ കിട്ടാറ്? ക്ലിനിക്ക്, പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അവൾ എപ്പോഴും ബിസിയാ. പിന്നെ അശോകേട്ടനാണോ പറയണ്ടല്ലോ, അവിടെ ഓരോരുത്തർക്കും ഓരോ വട്ടം. എനിക്കും അതെ. ഹലോ, എന്താ എന്താ പറയുന്നേ? Are you sure? അല്ല, നിങ്ങൾ ഇനി വേറെ ആരെങ്കിലും കണ്ട് തെറ്റിദ്ധരിച്ചതാണോ? ഓക്കെ. എന്ത് പറ്റി മോളെ? അത് പിന്നെ അച്ഛാ. എന്ത് പറ്റി മോളെ? ആരാ വിളിച്ചത്? എന്താ പറഞ്ഞത്? അച്ഛാ, അത് അച്ഛൻ ടെൻഷനുണ്ട്. അത് എയർപോർട്ടിന്റെ അടുത്ത് ഏതൊരു കാറ് ആക്സിഡന്റ് പെട്ടിട്ടുണ്ട്. ആ കാറില് ഏതൊരു ചെറുക്കനും പെണ്ണുണ്ടായിരുന്നു അത്ര. അത് റാമിന്റെ വണ്ടിയാണോ എന്ന് സംശയം തോന്നുന്നു. ഭാർഗു, എന്തായി പറയുന്നേ? രാമൻ ആക്സിഡന്റ് ആയെന്നാ? ആരാ ഇപ്പൊ വിളിച്ചത്? അതൊന്നും ഞാൻ ചോദിച്ചില്ല. അവരത് പറയുന്നതിന് മുമ്പ് ഫോൺ കട്ട് ചെയ്തു. അത്ര വലിയ ആക്സിഡന്റ് അല്ലെന്നാ പറഞ്ഞത്. പൂജ പാതിക്ക് വെച്ച് പോകണ്ടെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ആയത്. എന്താ തനിക്കൊന്നും പറയുന്നില്ലോടോ? ഇനി ചിലപ്പോ ഞാൻ കുറെ സംസാരിക്കുന്നുണ്ടാവും. സോറി. അയ്യോ, സോറി ഒന്നും പറയണ്ട. ഇനി ഇങ്ങനെയൊന്നും കാണാതെ പോകരുത്. ശരി, സമ്മതിച്ചു. ഇനി ഞാൻ ഇങ്ങനൊന്നും ചെയ്യില്ല. എനിക്കിന്ന് ശ്രീരാമേട്ടന്റെ വീട്ടിലെ ഹോമത്തിന് പോകണമായിരുന്നു. എല്ലാവരും ചിലപ്പോൾ അവിടെ ആയിരിക്കും. ഞാനിവിടെ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നത്. ഞാൻ കാരണം അഞ്ജുവിന് ഒരുപാട് ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു. സോറി. അതൊക്കെ പോട്ടെ, എവിടെ എത്തി നിന്റെ ചേട്ടൻ ശ്രീരാമന്റെ ലവ് സ്റ്റോറി? സക്സസ് ആകുന്നേ. സീത ചേച്ചിക്കൊരു കുഞ്ഞുണ്ടായിരുന്ന കാര്യം മുത്തശ്ശന് അറിയില്ലായിരുന്നു. ഇപ്പൊ അതൊക്കെ പയ്യെ ശരിയായി വന്നിട്ടുണ്ടെന്നാ ചേച്ചി പറഞ്ഞത്. ശ്രീരാമേട്ടനാണെങ്കിൽ സീത ചേച്ചിനെ വിടുന്ന പ്രശ്നമേ ഇല്ല. അവര് രണ്ടുപേരെയും കണ്ട സാക്ഷാൽ സീതാരാമരെ പോലെയാ. എപ്പോഴും സത്യമുള്ള സ്നേഹം വിജയിക്കുമെന്നല്ലേ അല്ലേ? ആഹാ, ജയിക്കും ജയിക്കും. അവർക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കാം. താങ്ക് യു. ഞാൻ ചെല്ലട്ടെ. ബി കെയർഫുൾ. നിങ്ങളെ വീണ്ടും കാണാൻ തോന്നിയാ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വെച്ച് തന്നെ കാണാമല്ലോ. അതല്ലെങ്കിൽ അമ്പലത്തിലാണെങ്കിലും ഓക്കെ. എനിക്ക് ആ ആർപ്പിയുടെ തൊല്ല ഒഴിഞ്ഞു കിട്ടിയാൽ മതി. അവനെ കിട്ടേണ്ടവർക്ക് കിട്ടിയാലേ എനിക്ക് സമാധാനമാകും. ആ മനുഷ്യൻ കാരണം നിങ്ങൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ദൈവം ഉണ്ടല്ലോ, നല്ലത് മാത്രമേ വരൂ. ഞാൻ പോട്ടെ. ശരി, ടേക്ക് കെയർ.
എന്ത് രാമന് ആക്സിഡന്റ് ആയിരുന്നോ? ഏതോ ലേഡി കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിന് ചാന്ദ്രയാകുമോ? ഞാൻ പോയെന്ന് അന്വേഷിച്ചിട്ട് വരാൻ എന്താ ഉണ്ടായെന്ന്. നീ കൂടെ വരാന്ന് പറഞ്ഞ് വാശി പിടിക്കല്ലേ. നീ മുത്തശ്ശിയുടെ വീട്ടിൽ നിൽക്ക് പ്ലീസ്. ഞാൻ വേഗം തിരിച്ചു വരാം മോളെ. രാമ, രാമനൊന്നും സംഭവിക്കരുത്. നീ അവന്റെ കൂടെ വേണം പ്ലീസ്. ബൈ. ശ്രദ്ധിക്കണേ. അതിന് ചാന്ദനയാകോ? Hey Sihi, you want some balloons? എനിക്ക് വേണ്ട. Okay. ഇത് കണ്ടോ? ഇത് മെഹന്തി എങ്ങനെയുണ്ട്? ഇത് കൊള്ളാമോ? എനിക്ക് ആളുടെ പേര്. പ്രിയ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. ഞാനൊരു എമർജൻസി കേസായിട്ട് പോവുകയാണ്. തിരിച്ചു വരാൻ എത്ര ദിവസം എടുക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരാൻ കഴിയില്ല. അശോക്, നീ എന്തൊക്കെയാ പറയുന്നേ? കൂടുതലൊന്നും പറയാൻ കഴിയില്ല. റാമിന് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. റാമിന് എന്തോ സംഭവിക്കുന്നുണ്ട്. അവൻ എങ്ങോട്ട് പോയാലും ഞാനും അവിടെ വേണം. ദാറ്റ്സ് ഇറ്റ്. എന്നുവെച്ചാ? നീ ഒന്നും ആലോചിക്കണ്ട. ഞാൻ സേഫ് ആയിരിക്കും. പിന്നെ ഈ കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട. റാമിൻ്റെ വീട്ടിൽ ആര് ചോദിച്ചാലും ഞാൻ ഓഫീസിലുണ്ട്, വരുമ്പോൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞാൽ മതി. ഡോണ്ട് വറി. ആരും പേടിക്കട്ടെ. അച്ഛാ, സമാധാനമായിട്ടിരിക്കേ. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം. അത് അശോക. അത് റാമല്ല. എടി പ്രിയേ, അശോകൻ എങ്ങനെയാ? എന്താ ഈ പറയുന്നേ? ഇതൊക്കെ എങ്ങനെയാ? റാം എങ്ങോട്ട് പോയിട്ടില്ല. റാമിന് പകരം അശോക പോയത്. അയ്യോ, അപ്പൊ എന്റെ അശോകാണോ? സർ പ്ലീസ് എന്തെങ്കിലും ചെയ്ത് രക്ഷിക്കണം. എന്തൊക്കെയാ മോളി പറയുന്നത്? എമർജൻസി കോൾ വന്ന രാമിനാ, പോയതും അവൻ തന്നെയാ. ഇപ്പോ രാമിന് ഒരു അശോക പോയതെന്ന് പറഞ്ഞ എന്താ ഇതിന്റെ അർത്ഥം? എന്താ പോയത് അശോകാണെന്നോ? അങ്ങനെയാണെങ്കിൽ റാം എവിടെ? എടി പ്രിയേ, എന്തിനു നീ അവനോട് പോകാൻ പറഞ്ഞേ? എന്റെ ഭഗവാനെ, എന്റെ കുട്ടിക്ക് എന്തു പറ്റിയോ എന്തോ, ഒക്കെ തലയിലെടുത്ത. അല്ലമോൾ പ്രിയ, ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞു പോയത് റാമാണ്. നീ ഇപ്പോ പറയുന്നു റാം അല്ല പോയത്, പകരം അശോകാണ് പോയത്. ഇപ്പൊ അശോകൻ പോയത് സത്യമാണെങ്കിൽ റാം എവിടെയാണ് പോയത്? ആരും ഇങ്ങനെ ടെൻഷൻ ആകാതെ. അവൻ നമ്മുടെ രാമനാ, അവനൊന്നും സംഭവിക്കില്ല. ആരും പേടിക്കുന്നേ. സത്യ, ആക്സിഡന്റ് സംഭവിച്ചത് അപ്പുവിനല്ല, അശോകിനാ. ആദ്യം എന്താ പറയുന്നതെന്നൊന്ന് ക്ലിയർ ആവട്ടെ. പ്രിയ, അശോക് എവിടെ? എന്താ ഉണ്ടായത്? ഞാൻ എന്താ മേമ പറയാ? എനിക്കൊന്നും അറിയില്ല. റാമിന് എന്തോ പ്രശ്നമുണ്ട്, അവനൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പോയതാ. അയ്യോ, റാമിനെ രക്ഷിക്കാൻ പോയിട്ട് എന്റെ കുട്ടിയാണല്ലോ പ്രസവിപ്പെട്ടത്. അയ്യോ ഭഗവാനെ, എന്തൊക്കെ പരീക്ഷണങ്ങളാ ഇത്! എന്റെ മകളെ നീ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം പോലും ആയില്ല, അപ്പോഴേക്കും ഇങ്ങനെ. അശോകന് ഞങ്ങളുടെ കുട്ടിയല്ലേ, അവനൊന്നും സംഭവിക്കാതെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്. ഞാൻ പോലീസിനെ വിളിച്ചൊന്ന് സംസാരിക്കാം. വിശ്വ, നീ നോക്ക് പോ. ശരി അച്ഛാ. അശോക,
ഏയ്, ദേ നോക്ക്. Don't worry, എനിക്ക് പറ്റില്ല. ഒരു പോലീസിനെയും വിളിക്കണ്ട സൂരി. എന്താ ഇതൊക്കെ? നിങ്ങൾക്ക് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞ് കോള് വന്നിരുന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ റാമിന് എന്തെങ്കിലും സംഭവിച്ചോ? ഏയ് നോ നോ, റാമിന് കുഴപ്പമൊന്നുമില്ല. നീ പേടിക്കണ്ട. എന്താ മോനെ ഇതൊക്കെ? ഞങ്ങളൊക്കെ എത്ര പേടിച്ചെന്ന് അറിയോ? ഭാഗ്യം നീ കുഴപ്പമൊന്നുമില്ലാതെ വന്നല്ലോ, അത് മതി. റാം എവിടെ? അശോക്, എന്താ ഇതൊക്കെ? ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞു കോള് വന്നല്ലോ. വാട്ട്സ് ഹാപ്പനിങ് അശോക്? ഞങ്ങൾ എയർപോർട്ടിൽ പോകുമ്പോൾ ആക്സിഡന്റ് നടന്നിരുന്നു, പക്ഷെ ആർക്കും ഒന്നും സംഭവിച്ചില്ല. അപ്പോ രാമനെവിടെ? എമർജൻസി എന്ന് പറഞ്ഞ് റാം എങ്ങോട്ടോ പോയല്ലോ. അതെങ്ങോട്ടാ? അല്ല, രാമന് കുഴപ്പമൊന്നുമില്ലല്ലോ. എവിടെയാണെന്ന് അറിയാവോ? എന്താടാ എന്താ ഈ സംഭവിക്കുന്നതൊക്കെ? ഈ വയസ്സാം കാലത്ത് ഇനി ടെൻഷനാകാൻ വയ്യ. സൂരി, നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. റാം ഇവിടുന്ന് ഇറങ്ങിയത് തന്നെ. അതൊരു വിധത്തിൽ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് റാമിനോട് നീ എയർപോർട്ടിൽ പോകണ്ട, ഞാൻ പോയിക്കോളാന്ന് ഒരു തീരുമാനമെടുത്തു. സീത സോ സാഡ് ഓഫ് യു യാ. റാം എപ്പോഴും എന്റേതായിരിക്കും, ഞങ്ങൾ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ ബ്ലാ ബ്ലാ എന്നൊക്കെ പറഞ്ഞ് പ്രഭാഷണം നടത്തിയില്ലേ? എന്നിട്ടിപ്പോ റാം എന്റെ കൂടെ എയർപോർട്ടിലേക്ക് വരുവാ. അവിടുന്ന് നേരെ പാരീസിലേക്കുള്ള ഫ്ലൈറ്റിൽ. ഓ മൈ ഗോഡ്, സോ എക്സൈറ്റഡ്. നിനക്കവിടെ ഭാർഗവി മേമ വലിയൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്, കാത്തിരുന്നു. അങ്ങനെ ഞാനും റാമും വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ പോവാ. ഐ എം സോ ഹാപ്പി ടുഡേ. വേഗം മാറാണ്. ഓക്കേ, അശോക്, നീ ഇവിടെ? ഞാനാ ബിസിനസ് ടൂറിന് പോകണ്ടേ? ഇഫ് ഐ എം നോട്ട് റോങ് എയർപോർട്ടിലേക്ക് പോവാം. എനിക്ക് ഒരുപാട് പണി ബാക്കിയുണ്ട്. ലെറ്റ്സ് ഗോ. അശോക്, തമാശ കളിക്കില്ലേ? ഹേ, തമാശയോ? ഞാനിവിടെ എന്ത് തമാശ കാണിച്ചു? റാമിനെ പോലെ ഒരു ബിസിനസ് മാന് ടൈം ഈസ് മണി. സോ ടൈം വേസ്റ്റ് ചെയ്യരുതല്ലോ. വണ്ടി എടുക്കോ. ബട്ട് റാമല്ലേ കൂടെ വരണ്ടേ? അവൻ എവിടെ? റാം എവിടെ വേണോ അവിടെയുണ്ട്. നമുക്ക് പോവാം. ഞാൻ പാരീസ് ട്രിപ്പിന് ഇവന്റെ കൂടെയാണ് പോവേണ്ടത്. ഹലോ, എന്താ ആലോചിക്കുന്നത്? ഫ്ലൈറ്റ് മിസ്സായി പോകുമ്പോട്ടോ. പോട്ടെ. ആ പോക്കിലൊരു ആക്സിഡന്റ് ഉണ്ടായി. ചാന്ദിനി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ ആൾക്കാർ കൂടി. ദേശീയ ഫാമിലിയാണെന്ന് അറിഞ്ഞ ഉടനെ റാമിനാണ് ആക്സിഡന്റ് പറ്റിയെന്ന് കരുതി. അത് വാർത്തയാ. ഇതിന്റെ പുറകിലും ഈ രാക്ഷസ പിശാചിന്റെ വായിന്ന് ഹോമോന്ന് കേട്ടപ്പോഴേ ഞാൻ കരുതിയതാ ഇവളെന്തൊക്കെയോ പ്ലാൻ. ഭാഗ്യം. അപ്പോ രാമൻ എന്തിനാ വെറുതെ അങ്ങനെ എമർജൻസി എന്നും പറഞ്ഞ് കോള് വന്നത്? ആരോ അങ്ങനെ ചെയ്തതാ സൂരി. ആരാ, എന്താ, എന്തിനാ എനിക്കും അറിയില്ല. ബട്ട് അവനിപ്പോ സേഫാണ്. അത് മാത്രമേ ഉള്ളൂ.
ഇവിടുത്തെ ഒരു രഹസ്യവും മറച്ചു വെക്കാൻ പറ്റുന്നില്ലല്ലോ. പറയടാ അശോക്, റാം ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ പിന്നെ അവൻ ഇപ്പൊ എവിടെയാടാ? എനിക്കറിയില്ല അശോക്. നിനക്കൊരു കുഴപ്പമില്ലല്ലോ റാം? ആക്സിഡന്റ് എന്ന് കേട്ടപ്പോ ഞാൻ വല്ലാണ്ട് ടെൻഷനായി പോയി. എനിക്കൊരു കുഴപ്പമില്ല സീത, റിലാക്സ്. പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ എഴുന്നേറ്റ് പോയാൽ അപശകുനമാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. എന്റെ ഡ്യൂട്ടിയാണ് പ്രധാനമെന്ന് കരുതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്, ഇറ്റ് വാസ് ജസ്റ്റ് എ ഫേക്ക് അലാം. നത്തിങ് ടു വറി സീത. നിങ്ങൾക്കൊരു എമർജൻസി കോള് വന്നില്ലേ? ഞാൻ അപ്പോഴേ അത് പറയണമായിരുന്നു. നിങ്ങൾ പാരീസിലേക്ക് പോവാൻ നിന്നെ ഞാനാ നെഗ്ലക്ട് ചെയ്തത്. എന്താ സീത ഈ പറയുന്നത്? പാരീസിലേക്കോ? അല്ല, ഇതൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലായി? ചാന്ദിനി പറഞ്ഞിരുന്നു നിങ്ങൾ അവളുടെ കൂടെ പാരീസിലേക്ക് പോകുന്നുണ്ടെന്ന്. അവിടെ വീട്ടിൽ ഹോമം നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പോകുന്നില്ല എന്ന് കരുതി ഞാനത് സീരിയസ് ആക്കി എടുത്തില്ല. അല്ല, ചാന്ദ്രി എന്തിനാ നിന്നോട് അങ്ങനെ പറഞ്ഞത്? അതായത് എനിക്ക് ദുബായിൽ നിന്ന് കോള് വന്നതും ചാന്ദ്രി നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതും ഇതെല്ലാം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതില് ചാന്ദിനിയുടെയും ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്താ ഉദ്ദേശം മനസ്സിലാവുന്നില്ല. ചാന്ദിനി എവിടെയാ ഉള്ളത്? എനിക്കറിയില്ല സീത. ഞാൻ ഇറങ്ങിയ സമയത്ത് അശോകനെ ഞാൻ വിളിച്ചിരുന്നു. എന്നോട് അവൻ എങ്ങോട്ടും പോകണ്ടെന്ന് പറഞ്ഞ് തടയുമായിരുന്നു. എല്ലാം അവൻ ഹാൻഡിൽ ചെയ്തോളാം, യു ഡോണ്ട് വറി എന്ന് അവനോട് പറഞ്ഞു. പക്ഷെ പിന്നെന്ത് സംഭവിച്ചു? നോ ഐഡിയ. അവിടെ എന്താ ശരിക്കും സംഭവിച്ചെന്നൊന്നും അറിയില്ല. ഹോമത്തിന്റെ ഫലമാ, ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. ശരി, ആക്സിഡന്റ് എന്ന് കേട്ടപ്പോ വല്ലാതെ പേടിച്ചു പോയി ഞാൻ. ഇപ്പോ ഒന്ന് ഭേദമായിട്ട് വന്നല്ലേ ഉള്ളൂ അവൻ. ഭാഗ്യം, ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. ഇത് പക്ഷേ ഇവിടെ വെച്ച് ഒരു ബിസിനസ്മാന് ഇങ്ങനെ ഫോഴ്സ് എല്ലാം കൊടുത്ത് വിളിപ്പിക്കുന്നത് തെറ്റാ. ഇതിന്റെ പുറകിൽ ആരാണ്, അവരെന്തിനെ എങ്ങനെയൊക്കെ അയ്യോ ഭാർഗവ്, ഇതെന്താ 6 അടിക്കുമെന്ന് പറഞ്ഞിട്ട് അശോകൻ എറിഞ്ഞ ഗൂഗിളിക്ക് ക്ലീൻ. രാമനെ ദുബായിലേക്ക് അയച്ച ആരോ ഇവിടെ മറ്റെന്തോ കുതന്ത്രം നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതെ സൂര്യ, ആരോ വേണമെന്ന് വെച്ച് ചെയ്യുന്നതായിരുന്നു. ഇതിന്റെ അടിത്തറ കണ്ടോ? അശോക്, നിന്റെ കൂടെ ചാന്ദിനി ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അപ്പോ അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കില്ലേ? അത് ശരിയാണല്ലോ മോളെ. ചാന്ദിനിയോടൊന്ന് ചോദിച്ചാ എല്ലാം മനസ്സിലാവും. അവൾ ഇതുപോലെ ബിസിനസ് എമർജൻസി എന്ന് പറഞ്ഞല്ലേ പോയത്. ബട്ട് സൂര്യ, ഞാൻ അവളോട് ചോദിച്ചു, അവളൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും കാറും ഇങ്ങനെയൊക്കെ ആയി. അവൾ വേറെ ക്യാബ് ബുക്ക് ചെയ്ത് പോയി. അപ്പം തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവളെ കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അവളെ കിട്ടുന്നില്ല. അവളെ കിട്ടിയ ഇതിൻ്റെ പുറകെ ആരാണ്? അതെ, ചാന്ദിനിക്കെല്ലാം അറിയായിരിക്കും. എത്രയും ഓ മൈ ഗോഡ്, എന്റെ കണക്കുകൂട്ടലൊക്കെ പിഴച്ചു പോയല്ലോ. ഇവരെല്ലാവരും കൂടിയ ചാന്ദിനിയെ ടാർഗറ്റ് ചെയ്ത അവൾ എന്റെ പേര് എന്തായാലും പറയും. അല്ല സീത, ചാന്ദ്രൻ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്കതെന്ന് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? നീ എന്തിനാ അതെന്നോട് മറച്ചു വെച്ചത്? ആൻഡ് മോർ ഓവർ, അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല സീത. അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ കാരണം അവൾക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ. ഷീ റിയലി ലവ്സ് യു റാം. അതിനൊരു ചാൻസും ഇല്ല സീത. അവള് മൂവ് ഓൺ ആയെന്ന് എന്നോട് അന്നേ പറഞ്ഞതാ. പിന്നെ ഇപ്പോഴെന്താ?
നിനക്കങ്ങനെ തോന്നുന്നു. ഐ എം സോറി. നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് പറഞ്ഞ് ചാന്ദിനി എന്നെ വാൺ ചെയ്തിരുന്നു. വാണിങ്ങോ? സീത, നീ എന്താ ഈ പറയുന്നത്? എന്നിട്ട് ഇത്ര നാൾ നീ എന്തിനാ എന്നോട് മറച്ചു വെച്ചത്? നമ്മൾ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ക്ലാരിറ്റിയോടെ ഒന്നും മറച്ചു വെക്കാതൊക്കെ പറയണ്ടേ? എന്നിട്ട് നീ എന്താ ഇത് മാത്രം മറച്ചു വെച്ചത്? വെറുതെ ഈ കാര്യമൊക്കെ പറഞ്ഞ് ചുമ്മാ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്ന് കരുതി പറയുന്നു. ചാന്ദിനി നിങ്ങളെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാ എന്നോട് അകന്നു നിൽക്കണമെന്ന് പറഞ്ഞത്. ഇഷ്ടം തോന്നുമ്പോ ഈ ജലസിയൊക്കെ കോമൺ അല്ലേ? നീ ഉണ്ടല്ലോ ചിലപ്പോ ഭയങ്കര ഓവറാണ്. എന്താണോ മനസ്സിലാക്കേണ്ടത് അതൊന്നും മനസ്സിലാക്കില്ല. ബാക്കി ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. റാം, ഇനി മുമ്പോട്ട് കാര്യങ്ങൾ ചെറുതായാലും വലുതായാലും എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യണം. ഇത് കേട്ടിട്ട് ഞാൻ നിന്നെ ഡോമിനേറ്റ് ചെയ്യുവാന്ന് നീ വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ എന്തുണ്ടെങ്കിലും നീ എന്നോട് അപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പം ലൈഫ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. പിന്നെ നമുക്കിടയിലുള്ള ആ ഒരു ബോണ്ടില്ലേ, അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഹോമം എല്ലാം നല്ല പോലെ കഴിഞ്ഞു. അച്ഛന്റെ അമ്മയുടെ ആശീർവാദം ലഭിച്ചെന്നാ തോന്നുന്നേ. നിങ്ങൾ എത്തിയാലുടനെ കല്യാണത്തിന്റെ ചടങ്ങെല്ലാം നോക്കാന്ന് മുത്തശ്ശൻ പറഞ്ഞിരുന്നു. നിങ്ങൾ റെഡിയാണോ? ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ഐ മീൻ ഒഫീഷ്യലായിട്ട് നിന്റെ വീട്ടിലേക്ക് പെണ്ണ് ചോദിക്കാൻ വേണ്ടി എല്ലാവരും വരും. കൊച്ചുമുതലാളി റെഡിയാണോ? ഓ, അവൾ എപ്പോഴേ റെഡിയാ. എന്റെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് ഒറ്റ കാലി നിൽപ്പാ. പാതയായി നാം പോകവേ ഇരുശ്വാസവും ചേർന്നൊരേ